ആക്ച്വലി എല്ലാവരും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടീമിന് വേണ്ടിയിട്ട്. സോ എല്ലാവരും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്താലാണ് നമുക്കൊരു ഒരു കപ്പ് എടുക്കാൻ പറ്റുക. എല്ലാവരും നന്നായിട്ട് ചെയ്താൽ തന്നെയാണ്. സോ ഐ ഹോപ്പ് വി വിൽ ടേക്ക് ദ കപ്പ്. വൈകുന്നേരം മുംബൈയിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നേരിടും. വനിതാ ലോകകപ്പിൻ്റെ അവസാന ദിവസം അതിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങളും ഇങ്ങ് തിരുവനന്തപുരം സെൻറ്റ് സേവിയേഴ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും കാണാം. ഭാവിയിൽ ഇനി ഇന്ത്യയെ നയിക്കാൻ പോകുന്ന നമ്മുടെ എല്ലാം ചുണക്കുട്ടികളായ അണ്ടർ 23 വുമൺസ് കുട്ടികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവർക്കും അതിൻ്റെ ഒരു ആവേശവും ആരവങ്ങളും അവരുടെ കൂടെ ഇന്ന് മൈതാനത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഇന്ന് അവരുടെ മുഖത്തും പ്രകടമാണ്. ഇന്നത്തെ കളിയെപ്പറ്റി എന്താണ് അഭിപ്രായം? വളരെ സന്തോഷമുണ്ട്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു മാച്ചിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ മാച്ചിന് നമുക്ക് നല്ലൊരു ഇൻസ്പയറിംഗ് മാച്ചായിരുന്നു. നിമയുടെ ഇന്നിങ്സ് ആയാലും ഹർമൻ്റെ ഇന്നിങ്സ് ആയാലും നമുക്ക് അപ്പോൾ ഭാവിയിൽ അതുപോലത്തെ നല്ല നല്ല ഇന്നിങ്സ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഒരുമിച്ച് പറയുന്ന കുറച്ച് പേരുകളുണ്ട്. ഹർമൻപ്രീത് കൗർ, അതുപോലെ തന്നെ ജമീമ റോഡ്രിഗസ്. ശരിക്കും സോഷ്യൽ മീഡിയയിലെല്ലാം താരം ജമീമ റോഡ്രിഗസ് ആയിരുന്നു. അതിന് പുറമെ മറ്റൊരു ഇൻസ്പയറിംഗ് താരം ആരായിരുന്നു? പ്രതികാ റാവൽ എന്ന് പറഞ്ഞൊരു ബാറ്റർ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഇഞ്ചുറി ആയിട്ട് പോവുകയും അതിന് പകരം ഷഫാലി ആണെങ്കിലും നമ്മൾ മുന്നേ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന ഒരു മെയിൻ പ്ലെയർ തന്നെയായിരുന്നു. അപ്പം അവരുടെയൊക്കെ ഇന്നിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആണ് നമുക്ക്. അവരുടെയൊക്കെ ഇന്നിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഭാവിയിൽ ഇനി ഒരു ഷഫാലി ആവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ആരൊരു റോൾ മോഡൽ എന്നുള്ള രീതി? റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കളിയാണെങ്കിലും എല്ലാവരും തന്നെ നമ്മൾ കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഇന്നിങ്സ് ആണെങ്കിലും അവരുടെ ഇപ്പോൾ ബോളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദീപ്തി ശർമ്മ, ശ്രീചരണി, അവരുടെയൊക്കെ ഫസ്റ്റ് വേൾഡ് കപ്പാണിത്. അപ്പോൾ അവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും അഗ്രഷനൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് കണ്ടുപഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബൗളിങ്ങിൻ്റെ പേരിലും ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ശ്രീചരണ്യ. ഈ ശ്രീചരണ്യയുടെ ഒരു ബൗളിങ് എന്താണ് ശരിക്കും ശ്രീചരണ്യ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്? ശ്രീചരണിനെ പറ്റി പറയുകയാണെങ്കിൽ ആളുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ലൈൻ ആൻഡ് ലെങ്ത്, ഭയങ്കര സ്പീഡും കാര്യങ്ങളും അല്ല. പക്ഷേ ആൾക്ക് എന്താ പറയുക, നല്ല ഐഡിയ ഉണ്ട്. ഇത്ര യങ് ആണെങ്കിലും ഭയങ്കര സീനിയർ പ്ലെയേഴ്സിൻ്റെ ഒപ്പം, ഇത്രയും വലിയ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിൻ്റെ ഒപ്പം ആളുടെ ഫസ്റ്റ് വേൾഡ് കപ്പാണ്. എന്നിട്ടും ആൾ അത്രയും മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട്. അത്രയും ആ ഒരു ഇൻറ്റൻറ്റ്, ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടാണ് ബോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഞങ്ങൾക്ക് ഈ യങ്സ്റ്റേഴ്സ്, ഞങ്ങളുടെ ഈ യങ് ഗ്രൂപ്പിന് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. എന്താ പറയുക, ഒരു റോൾ മോഡൽ ടൈപ്പാണ് ആൾ. കഴിഞ്ഞ കളിയിൽ നിന്നും കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട് ഈ തവണ കളിക്കണം എന്ന് തോന്നുന്നൊരു പ്ലെയർ ആരാ? ആക്ച്വലി എല്ലാവരും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടീമിന് വേണ്ടിയിട്ട്. സോ എല്ലാവരും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്താലാണ് നമുക്കൊരു ഒരു കപ്പ് എടുക്കാൻ പറ്റുക. എല്ലാവരും നന്നായിട്ട് ചെയ്താൽ തന്നെയാണ്. സോ ഐ ഹോപ്പ് വി വിൽ ടേക്ക് ദ കപ്പ്. യെസ്, അത് തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ. വി വിൽ ടേക്ക് ദ കപ്പ് എന്ന പ്രതീക്ഷയോടെ തന്നെ ക്യാമറ പേഴ്സൺ എസ് അനേഷിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, മീഡിയ 1.